ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മഴതോരി മുമ്പേ സീരിയലിലെ ഇനി വരാൻ പോകുന്ന അപ്കമിങ് ഒറിജിനൽ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ റീത്താമ്മയാണെന്നുണ്ടെങ്കിൽ തൻ്റെ 4 ആങ്ങളമാരെയും വിളിച്ചു വരുത്തിയിട്ട് പറയുന്നുണ്ട്, അയാൾക്ക് 23 വർഷം മുമ്പ് ഏതൊക്കെയോ പെണ്ണായിട്ട് ആഗ്രയിൽ വെച്ചിട്ട് അവിഹിതത്തിലുണ്ടായ മകളാണെന്നാ പറയണത്. അപ്പോ ആ സ്ഥലവും കാര്യങ്ങളൊക്കെ അവൾക്ക് എഴുതി കൊടുക്കുമല്ലോ എന്ന് അച്ഛൻകുഞ്ഞ് പറയുമ്പോഴേക്കും റീത്തമ്മ പറയണ്ട്, അതേന്നെ, പക്ഷെ അതിനെ അനുവദിച്ചൂടാ. 10 പൈസ പോലും അവൾക്ക് സ്വത്ത് എഴുതി കൊടുക്കാൻ വേണ്ടി നമ്മൾ സമ്മതിച്ചൂടാ എന്ന് പറയാണ്. ഇവിടുത്തെ പിള്ളേരുണ്ടല്ലോ, 3 പിള്ളേര്, ഇതുവരെ അവർക്കൊരു കുപ്പായം പോലും അയാൾ വാങ്ങിച്ചെടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് 2 ലക്ഷം രൂപയാണ് അവളുടെ റൂമിന് വേണ്ടി ചെലവാക്കിയത്. പിന്നെ അവൾക്കൊരു പുതിയ പുത്തൻ കാറ് വരെ അയാൾ മേടിച്ചു കൊടുത്തുന്നാ പൗലോസ് എന്നോട് പറഞ്ഞത്. ഇത് അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. എന്തായാലും അവിടെ പോയി ചോദിച്ചേ പറ്റൂ. പക്ഷെ നമുക്ക് ഒറ്റക്ക് പോയി ചോദിക്കാൻ പറ്റില്ല. നമ്മളെ പിടിച്ച് തിന്നി കീറി വലിക്കുന്ന നായ്ക്കളാണല്ലോ അവിടെ ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചോദിക്കാൻ വേണ്ടി പോയപ്പോഴേ ആ നായ്ക്കളുടെ മുമ്പിലേക്ക് അയാളെന്നെ എറിഞ്ഞു കൊടുത്തു. 10 മിനിറ്റ് അതുങ്ങളുടെ മുമ്പിൽ ഞാൻ ശ്വാസം അടക്കി പിടിച്ച് നിന്നത് എന്ന് അച്ഛൻ കുഞ്ഞ് പറയണം. ഇത് കേട്ട് റീത്താമ്മ പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് ഈ പ്രാവശ്യം നമ്മുടെ സഭക്കാരെയും അച്ഛനെയും അതുപോലെ തന്നെ നമ്മുടെ ഇടവകക്കാരെയും ഒക്കെ വിളിച്ചിട്ട് വേണം, ഒരു വലിയൊരു ജാഥയായിട്ട് വേണം ഇത് ചോദിക്കാൻ വേണ്ടി പോവാനായിട്ട്. പറ്റുമെങ്കിൽ സമരം നടത്തണം എന്ന് പറയാണ്. സമരം നടത്താനോ ചേച്ചി? അതിനൊക്കെ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. എന്തുകൊണ്ട് പറ്റൂടാ? എന്തായാലും അവിടെ പോയി സമരം നടത്തി, അവിടെ ഒരു പന്തലിട്ട് സമരം നടത്തിയാലും കുഴപ്പമില്ല. അവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ 10 പൈസയുടെ സ്വത്ത് പോലും അവൾക്ക് എഴുതി കൊടുക്കരുത്. സ്വത്തുക്കളെല്ലാം ഈ 3 പിള്ളേരുടെ പേരിൽ വേണം എഴുതി കൊടുക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് റീത്താമ്മ ഇങ്ങനെ ആലോചിക്കാട്ടോ. അപ്പൊ ടാനിയെടുത്ത് നമ്മുടെ ചോദിക്കണ്ട്, നമ്മുടെ ഇങ്ങനെ ആങ്ങളമാര് ചോദിക്കണ്ട്, അല്ല മക്കളെ നിങ്ങൾക്കൊന്നും പറയാനില്ലേ? നിങ്ങളുടെ അച്ഛന്റെ അവിഹിതത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കണത്. അവരെന്ത് പറയാനാണ്? എന്റെ അഭിപ്രായം തന്നെയാ അവരുടെ അഭിപ്രായം, ആ അഭിപ്രായം തന്നെയാ എലിസമ്മയുടെ അഭിപ്രായം എന്ന് റീത്താമ്മ പറയണം. അതേസമയം നമ്മുടെ വല്യപ്പച്ചൻ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഇങ്ങനെ അവിടെ വീട്ടിലെല്ലാരും ഇങ്ങനെ കാത്തിരിക്കാട്ടോ, ഇങ്ങനെ ഈ അലീനയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ട്. അപ്പൊ ടോണിയൊക്കെ റോബർട്ടും ടോണിയൊക്കെ മുമ്പിൽ തന്നെയുണ്ട്. അവരാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ ഔദക്കുട്ടിട്ട് വന്ന് ചോദിക്കേണ്ട, അച്ഛാ അപ്പ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ? ഏട്ടൻ ഏതോ അനാഥ പെണ്ണിനെ കൂട്ടിക്കൊണ്ടെന്നും അത് മകളാണെന്നൊക്കെ പറയുന്നത് സത്യമാണോ? അത് സത്യമാണല്ലോ, അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ പോയത്. എന്നിട്ട് അപ്പനൊന്നും മിണ്ടാതെ അവളെല്ലാം അനുസരിച്ച് ഇവിടെ വന്നല്ലേ? എടാ, അത് നമ്മുടെ ലാലിച്ചന്റെ മകള് തന്നെയാടാ. അത് നല്ല മിടുക്കി കുട്ടി. നിങ്ങൾക്ക് അവളെ കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ. എന്നാലും എന്റെ അപ്പൻ അവിടെ പോയിട്ട് ഇതുപോലെ ആയിട്ട് വന്നല്ലോ. അല്ല, ഈ വിവരമൊക്കെ നിന്നെ ആരാ അറിയിച്ചത്? വേറെ ആരാ? റീത്തമ്മ വിളിച്ചിരുന്നു. റീത്തമ്മയോ? ഏത് റീത്തമ്മ? അയ്യോ, എലിസമ്മയുടെ ചേച്ചി റീത്തമ്മ. അപ്പനെന്താ അവരെ മറന്നോ? എടാ റോബോട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ. നീ ഒരു കാര്യം ചെയ്, നമ്മുടെ ചിന്നമ്മേനൊന്ന് പോയി കാണ്. ചിന്നമ്മയോ? അലീന എന്നല്ല അവളെ പേര്. അതെ, പക്ഷെ അവളെ കണ്ടാലേ നിന്റെ അമ്മ ചിന്നമ്മേനെ പോലെ തന്നെയാ. അതുകൊണ്ട് ഞാൻ അവളെ ചിന്നമ്മ എന്നാണ് വിളിക്കണത്. അവളെ പോയി കണ്ടാൽ നിങ്ങക്ക് മനസ്സിലാവും. അവള് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലാലിച്ചന്റെ സ്വന്തം മകളാണ്. അതിന് DNA ടെസ്റ്റിന്റെ കാര്യം പോലും ഇല്ല. എന്തായാലും ഞങ്ങളൊന്ന് പോയി കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് റോബോട്ടും ആൽബർട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ അലീനയാണെങ്കിൽ നിരാഹാരത്തിൽ ഇരിക്കുകയാണ്. അലീനയുടെ അടുത്തേക്ക് നമ്മുടെ ലാലിച്ചും വരുന്നുണ്ട്. നീ എന്താ നിരാഹാരമാണോ? ഭക്ഷണമൊന്നും കഴിക്കില്ലെന്ന് വാശിയിലാണോ എന്ന് ചോദിക്കുകയാണ്. അലീനയാണെങ്കിൽ ആ സമയത്ത് തന്റെ പ്രാവുകൾക്ക് മുകളിൽ കുറച്ച് പ്രാവുകളൊക്കെ വരുന്നുണ്ട്. അവർക്ക് കയ്യിലുള്ള ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അപ്പോ അലീന അന്ന് വൈറ്റ് കളർ ചുരിദാറാണ് ഇട്ടിരിക്കുന്നത്. ഒരു ദേവതേനെ പോലെ അലീന ഇരിക്കുന്ന കാണുമ്പോൾ കുറച്ചു നേരം ലാലിച്ച് നോക്കിക്കൊണ്ടിരുന്നിട്ടാണ് അലീന എടുത്ത് ചോദിക്കുന്നത് കേട്ടോ. അലീന പറഞ്ഞിട്ട് നിരാഹാരമൊന്നുമല്ല, ഇപ്പൊ ഒരു നേരം ഭക്ഷണം കഴിച്ചു, എന്താ കുഴപ്പം? ആ ഭക്ഷണം ഇവർക്ക് കൊടുത്തു, കണ്ടോ, ഇവരുടെയൊക്കെ ഒരു സന്തോഷം കണ്ടില്ലേ എന്നൊക്കെ പറയാണ്. ആ സമയത്ത് നമ്മുടെ ലാലിച്ചൻ അതിനടുത്തേക്ക് നോക്കണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത് അത്ര നല്ല സ്വഭാവമൊന്നും അല്ല. നീ എന്നോടുള്ള വാശി തീർക്കുവാണല്ലേ? പപ്പ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. എനിക്കൊട്ടും വിശപ്പ് തോന്നിയില്ല, അതുകൊണ്ടാ. പിന്നെ ഭക്ഷണം വെറുതെ കളയണത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഇവരുടെയൊക്കെ വിശപ്പ് മാറ്റാന്ന് വിചാരിച്ചു. അത്ര തന്നെ. നീ എങ്ങനെ എത്ര നാൾ എന്നോട് വാശി കാണിക്കുന്നു? എനിക്കൊന്നും അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി അകത്തേക്ക് പോവാട്ടോ. അലീനക്ക് ചെറിയ ചിരിയും വരുന്നുണ്ട്, ചെറിയൊരു വിഷമവും തോന്നുന്നുണ്ട്. തന്റെ പപ്പ തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ വരുന്ന ഔദുക്കുട്ടി വീണ്ടും നമ്മുടെ ലാലിച്ചന്റെയും അലീനയുടെ അടുത്തേക്ക്. ലാലിച്ചൻ ചോദിക്കണ്ടേ, അല്ല അപ്പൻ വീണ്ടും വന്നോ? അതെന്താടാ ലാലിച്ച നീ അങ്ങനെ ചോദിച്ചത്? അല്ല, അപ്പന് ഇന്നലെ ഇവിടുന്ന് പോയല്ലേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നോണ്ട് ചോദിച്ചതാ. എനിക്ക് ഇവിടെ വരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ ഉണ്ട്. അതിനെ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അല്ല, എവിടെ നമ്മുടെ ചിന്നമ്മ എവിടെ എന്ന് ചോദിക്കാണ്. അവള് റൂമിലുണ്ട്. ഇപ്പോ നിരാഹാര സമരമാ എന്നോടുള്ള ദേഷ്യത്തിൽ. നിരാഹാര സമരമോ? അതെ, ഒന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പച്ചൻ തന്നെ പോയി ചോദിക്കുക എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ വല്യപ്പച്ചൻ അലീനയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്,
ഇനി നീ എന്താ ലാലിച്ചനായിട്ട് യുദ്ധത്തിന് ഒരുങ്ങുവാണോ? ദേ അവനായിട്ട് യുദ്ധത്തിനൊന്നും നിൽക്കണം കേട്ടോ, നമ്മളെ തോറ്റുപോളൂ. അറിയാലോ, പട്ടാളത്തിലായിരുന്നു അവൻ. അങ്ങനെ പെട്ടെന്നൊന്നും തോറ്റു കൊടുക്കുന്ന സ്വഭാവമല്ല അവനാ എന്ന് പറയുമ്പോൾ അലീന പറയണ്ട്, അതിനാ ഞാൻ യുദ്ധത്തിനൊന്നും പോകുന്നില്ല വല്യപ്പച്ച. ഞാൻ രാവിലെ ഭക്ഷണം കഴിച്ചില്ല, എനിക്ക് വിശപ്പില്ലായിരുന്നു, അത്ര തന്നെ. ഇന്നലെ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പൊ ന്യൂസ് അവിടെ എത്തിയോ? പിന്നെ എത്താതിരിക്കോ? ഇവിടെ ഇന്നലെ വന്നില്ലേ റീത്താമ്മ, പുള്ളിക്കാരി എങ്ങനെയുണ്ട് എന്ന് വലിയപ്പച്ചൻ ചോദിക്കുമ്പോൾ അലിനെ പറയണ്ട്, ഞാൻ ആദ്യം വിചാരിച്ചു അതാണ് നമ്മുടെ എന്റെ പപ്പയുടെ ഭാര്യ എന്ന് ഞാൻ വിചാരിച്ചത്. ഭാര്യയല്ല, പക്ഷെ അവര് തീരുമാനിക്കുന്ന പോലെയാണ് എലിസമ്മ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. എലിസമ്മ മാത്രമല്ല, ടാനിയും ടെസയും ടോണിയും എല്ലാം അങ്ങനെ തന്നെയാണ്. ആഹാ, എല്ലാം റീത്തമ്മ പറഞ്ഞ പോലെയാണ് കേൾക്കുള്ളൂ, ആ ആന്റി പറഞ്ഞ പോലെയാണ് എല്ലാം ചെയ്യുള്ളൂ. അതേന്നേ, ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് റീത്തമ്മയാണ് എന്ന് പറയണേ. സത്യം പറഞ്ഞ നമ്മുടെ ലാലിച്ചനും എലിസമ്മയും പിരിയാന വക്കിലെത്തിയത് പോലും ഈ റീത്തമ്മ കാരണമാണ് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ അലീനക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു കേട്ടോ. അലീനെ അടുത്ത് തന്റെ പപ്പയുടെയും അതുപോലെ തന്നെ എലിസമ്മയുടെയും ജീവിതത്തിലുണ്ടായ ദുരന്തങ്ങളെ കുറിച്ച് തുറന്ന് പറയാണ് നമ്മുടെ വലിയപ്പച്ചൻ. ആ സമയത്ത് അലീനക്ക് നല്ല വിഷമം തോന്നുന്നുണ്ട്. കാരണം കേട്ടെടുത്തോളം രണ്ടുപേരും പാവങ്ങളാണ്. ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ കൊണ്ട് അല്ലെങ്കിൽ ഈ റീത്താമ്മ എന്ന് പറഞ്ഞ സ്ത്രീ ഇടയിൽ കയറി വന്നത് കൊണ്ടാണ് ഇവർ കുടുംബം ഇത്രമാത്രം അനാഥപ്പെട്ടു പോയത്. അല്ലെങ്കിൽ 3 മക്കൾക്കും, അച്ഛനിപ്പോ അവിടെ, അമ്മ ധ്യാനത്തിന് പോകുന്നു, അച്ഛനിവിടെ, 3 മക്കളും റീത്തമ്മയുടെ കീഴില്. അപ്പൊ അതുകൊണ്ട് ആ പിള്ളേരുടെ ജീവിതം പോലും അങ്ങനെ ആയതിനെ കാരണം ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീയാണെന്ന് മനസ്സിലാക്കാൻ അലീനക്ക് ഭയങ്കര വിഷമം തോന്നുന്നു കേട്ടോ. അലീന പറയണ്ട്, ആ സ്ത്രീ വന്നപ്പോൾ എന്നോട് പറഞ്ഞത് ഇവിടുന്ന് സ്വത്തും കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന രീതിയിലാണ് ചോദിച്ചത് എന്ന് പറയുമ്പോൾ വലിയപ്പച്ചൻ പറയുന്നുണ്ട്, ആ സ്ത്രീ ഒരുപാട് പണം അടിച്ചു മാറ്റിയിട്ടുണ്ട് ലാലിച്ചന്റെ കയ്യിൽ നിന്ന്. ഓരോരോ ആവശ്യം പറഞ്ഞ് ഓരോരോ കാര്യങ്ങൾ, അവരുടെ വീടും കാറും എല്ലാം ലാലിച്ചന്റെ പണം കൊണ്ടാണ് വാങ്ങിച്ചത്. പക്ഷെ ഇപ്പൊ ഒന്നും കിട്ടുന്നില്ലല്ലോ, അതിന്റെ ദേഷ്യമാണ് അവർ കാണിച്ചു കൂട്ടുന്നത്. ഓരോരോ ആവശ്യങ്ങൾ പറയും, 5 ലക്ഷം രൂപ കടമായിട്ടതാ, 10 ലക്ഷം രൂപ കടമായിട്ടതാന്ന്. ലാലിച്ചൻ ഒന്നും നോക്കില്ല, എല്ലാം കൊടുക്കുമായിരുന്നു. പിന്നീട് ലാലിച്ചൻ കൊടുക്കാതെ അതിന്റെ മൂച്ച അവർക്ക്, അതിന്റെ ദേഷ്യം അവർ തീർത്തത്. പിന്നെ അവർക്കും കുടുംബവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് മറ്റുള്ളൊരു കുടുംബമായിട്ട് ജീവിക്കുന്നത് അവർക്ക് സഹിക്കില്ല. അത് തന്നെ കാര്യം. എന്നാലും ബാക്കി ഞാനിപ്പോ ഒരു മോളെ കണ്ടു, ബാക്കി കുട്ടികളൊക്കെ എങ്ങനെയാ, മിടുക്കന്മാരാണോ? മൂത്താള് ഡിഗ്രിക്ക് പഠിക്കുന്നു, 2ാമത്തെ ആളാ ഇന്നലെ വന്നത്. ഇനിയിപ്പോ 3ാമത്തത് ഒരു മോനാ ഉള്ളത്, അവൻ 8ൽ പഠിക്കുന്നു എന്ന് പറയാണ്. 3 പേരെയും കാണാൻ തോന്നുന്നുണ്ട്. ഇന്നലെ ആ കുട്ടി വന്നപ്പോൾ ശരിക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റിയില്ല. അവളെന്റെ അടുത്ത് വന്നിരുന്നു, അവൾക്ക് എന്തിനും കുഴപ്പമുണ്ട് വല്യപ്പച്ച? ഒരു കുഴപ്പമില്ല. ആ കുഴപ്പമാക്കി തന്നെ ഈ റീത്താമ്മയാണ്. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവരെല്ലാം അടിമകളെ പോലെ ആക്കി റീത്താമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലാലിച്ചിന്റെ കുടുംബത്തിലുണ്ടായിരുന്ന ആ വലിയ സംഭവങ്ങളൊക്കെ തുറന്ന് അലീൻ്റെ അടുത്ത് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്നത്തെ നാളത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത്. വല്യപ്പച്ചൻ പഴയ കഥകൾ അല്ലെങ്കിൽ ഫ്ലാഷ് ബാക്ക് പറയുന്ന ഭാഗമാണ് ഇനി വരുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.